ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് ചെറിയ ചെറിയ പണികളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണണം. സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും വീഡിയോ കാണാറുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം കുറച്ച് വീട്ടിലെ പണികൾ, അതായത് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ, കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു കേട്ടോ. ഇന്ന് ഒരു 10:30 ആയപ്പോഴാണ് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി. അതിനുശേഷം ഒരു മണി 1:30 എത്തിയത്. എന്നിട്ട് ഞാൻ ആകെ ടയേർഡായിട്ടാണല്ലോ, നമ്മൾ ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ ടയേർഡായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കിടന്നുറങ്ങി. ആ ഒരു ഉറക്കക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റിട്ട് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ ആണ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ടു അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു മഴക്കാർ പോലെയൊക്കെ തോന്നിയുകൊണ്ട് തുണികളൊക്കെ എടുത്ത് ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ച്, പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു 3 മാസമായിട്ട് കൈക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും ഒരു കുറച്ചൊരു വെള്ളം പോലും, നമുക്കൊരു ഗ്ലാസ് പോലും എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര പെയിൻ. അത് ആ ഒരു മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു. മുട്ടിൻ്റെ ആ ഒരു കോർണറിലായിട്ട് നല്ല പെയിനായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ വന്നു തുടങ്ങി. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ഈ എന്താ പറയുക, ഈ എല്ലിനൊക്കെ പെയിൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെ കണ്ണനെ ചെറിയൊരു പെയിൻ മുട്ടയിൽ വന്നതിൻ്റെ എത്രയോ വലിയൊരു അസുഖത്തിലോട്ട് പോയി. അപ്പോൾ അതൊക്കെ ഒരു ഉള്ളിലുള്ള കൊണ്ടിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ കൊണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടെന്നീസ് എൽബോ ആണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഈ ഒരു അസുഖത്തെ പറ്റി കേൾക്കുന്നത് തന്നെ. ടെന്നീസ് എൽബോ എന്ത് അസുഖം എന്ന് തന്നെ ഞാൻ ഓർത്തു. കൂടുതലും ഡ്രൈവ് ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് വരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് കുറേ ടാബ്ലറ്റൊക്കെ തന്നിരുന്നു, പക്ഷേ ഒരു കുറവുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് പോയിട്ട് എനിക്കൊരു പേടി ഉള്ളിൽ, ഇനി അത് തന്നെയാണോ വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെയുള്ളൊരു പേടി. അപ്പോൾ പോയിട്ട് ഒന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയും കുറേ മരുന്നുകളൊക്കെ എഴുതി, പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. ഡോക്ടർ എഴുതിയൊരു ബെൽറ്റ് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് പണി ചെയ്യുമ്പോൾ അതൊക്കെ എടുത്തിടാം. നമുക്ക് എന്തായാലും പണി ചെയ്യാണ്ടൊന്നും പറ്റില്ലല്ലോ. വലത്തേ കൈ ആയതുകൊണ്ട് എപ്പോഴും അത് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും പിന്നെ ഞാൻ വേദനയൊന്നും കണക്കാക്കാണ്ട് എല്ലാ പണികളും അങ്ങ് ചെയ്തു കേട്ടോ. വേറെ ആരെയുള്ള ചെയ്യാനായിട്ട് നമ്മളിരുന്ന് പോയെന്നാൽ പിന്നെ വീട്ടിൽ വേറെ ഒരു പണിയും നടക്കാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ എൻ്റെ പെര തൂക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെയുള്ള അത്യാവശ്യം പണികളെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായതുകൊണ്ടിട്ട് കുറച്ച് നഗ്ഗറ്റ്സ് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഭയങ്കര കാര്യമാണ്. തീരാറായിട്ട് ഇനി എന്തോ 4-5 കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ആ ഉറക്കം എഴുന്നേറ്റ് ആ ഒരു ക്ഷീണത്തിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണം എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വെച്ചു. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ആ ഒരു മഴക്കാറ് കണ്ടപ്പോഴേ ഓർത്തു. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നത് നല്ലതാണല്ലേ. മഴ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചൊക്കെ ഇരിക്കാനും ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഒറ്റയ്ക്ക് അവിടെ വന്നിരുന്ന് ചായ കുടിച്ചു കേട്ടോ. കുട്ടികളാരും ഇല്ല, അപ്പോൾ അവരും വരാറാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ആ മഴയത്ത് ആ ചായയൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുടിച്ചു. അപ്പോൾ പിന്നെ അവർ വരുന്നതിന് മുന്നേ തന്നെ അടുക്കളയിലത്തെ പണികൾ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാനെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ പെരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോഴത്തേനും ചിക്കൻ കുറച്ച് ഹാർഡായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അതൊക്കെ പെരട്ടി വെക്കാമെന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. കാര്യം രാവിലെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സമയം പോകും. പിന്നെ ഓർക്കും ജോലിക്ക് സ്ഥിരമായിട്ട് പോകുമ്പോൾ തോന്നും ഒന്ന് ലീവ് എടുത്ത് വീട്ടിലിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് തോന്നും. കുഞ്ഞുവിന് പക്ഷേ ഞാൻ വീട്ടിൽ നിൽക്കണമാണ് ഇഷ്ടം. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കും. പക്ഷേ എന്നാലും ഞാൻ എല്ലാ ദിവസമൊക്കെ അങ്ങനെ ഒരുപാട് ഇതൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എല്ലാ അമ്മമാരെ പോലെ നമുക്കും ഉണ്ടാവുമല്ലോ, ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ നഗറ്റ്സ് ആണെങ്കിലും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും അത് ഒരു സോസും ഉണ്ടെങ്കിൽ അത് അങ്ങനെ കഴിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഞാൻ വീട്ടിലുണ്ടാവണത് തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആണെങ്കിലും ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 7 മണിയോടുകൂടി ആയിരിക്കുമല്ലോ നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിലാണെങ്കിലും ഫുൾ ടൈം അടുക്കളയിൽ തന്നെ ഉള്ള, നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കലും എല്ലാത്തിനും സമയം ഉണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ പണികളൊക്കെ എല്ലാം ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ബൈ.